ഏതൊരു വസ്തുവും നിർമ്മിച്ച അതിൻ്റെ നിർമ്മാതാക്കളാണ് അതെങ്ങനെയാണ് അത് കേടുവന്നാൽ നന്നാക്കേണ്ടത് എന്ന് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും. അതൊരു സാമാന്യ യുക്തിയാണ്. നമ്മളിപ്പോൾ ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിലുള്ള ഏതൊരു കടയിൽ കയറിയാലും വ്യത്യസ്തങ്ങളായ വീട്ടുപകരണങ്ങളും മറ്റു സാധനങ്ങളും നമുക്ക് ലഭിക്കും. അതെല്ലാം വാങ്ങുമ്പോൾ അതിനെന്തെങ്കിലും തകരാറ് വന്നാൽ അത് നന്നാക്കാനുള്ള ഒരു വഴിയും അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ടാവും. ഒരു പുസ്തകം തരും, ഒരു കാറ്റലോഗ് തരും. ആ കാറ്റലോഗിൽ പറഞ്ഞത് പ്രകാരമാണ് ആ വസ്തുക്കൾ, ആ സാധനങ്ങൾ നന്നാക്കേണ്ടത്. ഇതൊരു ലളിത യുക്തിയാണ്. എന്നാൽ ഇവിടെ കുഴപ്പം സാധനങ്ങൾക്കല്ല, ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന മനുഷ്യർക്കാണ്. അപ്പോൾ മനുഷ്യൻ ഏതെങ്കിലും ഫാക്ടറിയിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഉണ്ടാക്കപ്പെട്ടവരല്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ മനുഷ്യൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ബഹുമാനായ പറപ്പൂർ മൗലവി സൂചിപ്പിച്ചതുപോലെ റബ്ബുൽ ആലമീനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, അള്ളാഹുവാണ്. ആ അള്ളാഹു മനുഷ്യരെ ഭൂമുഖത്തേക്ക് സൃഷ്ടിച്ചയക്കുകയും അവരിലേക്ക് പ്രവാചകന്മാരയക്കുകയും ചെയ്ത സന്ദർഭത്തിൽ തന്നെ അവർക്കുള്ള കാറ്റലോഗും അയച്ചു തന്നിട്ടുണ്ട്. ആ കാറ്റലോഗിൻ്റെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അത് അവതീർണമായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മനുഷ്യൻ നന്നാകാൻ അതിനുള്ള പരിഹാരം വേറെ തേടി പോകേണ്ടതില്ല. ആ ഒരു വിശുദ്ധ ഖുർആനിലേക്ക് മനുഷ്യൻ മടങ്ങലാണ് പരിഹാരം.